ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അവിടെയുള്ള ഫലസ്തീന്റെ ലാൻഡ് എന്ന് പറയുന്നത് ജ്യൂസിന്റെ തന്നെ അല്ലേ എന്നുള്ളത്. ഗസ സപ്പോർട്ടറുടെ അടുത്ത് പോലും ഇപ്പൊ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരും ബബ്ബെ അടിക്കുന്ന അവസ്ഥയാണുള്ളത്. ശരിക്കും ആരുടെ ലാൻഡാണത്? അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതൊരു 2000 വർഷം മുമ്പുള്ള ഒരു ചരിത്രത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫലസ്തീനിൽ കൂടുതൽ മുസ്ലിങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ അവരുടെ വേദഗ്രന്ഥമായിട്ടുള്ള ഖുറാനിൽ പോലും ഇങ്ങനെ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ എന്നുള്ള ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അഥവാ ജേക്കബ് എന്ന് പറയുന്ന മെസ്സഞ്ചറുടെ മറ്റൊരു പേരാണ്. അബ്രഹാമിക് ഫാമിലിയിൽ ജേക്കബിന്റെ പരമ്പരയാണ് ബനു ഇസ്രായേൽ അഥവാ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരല്ല. ഇവർ തന്നെയാണ് ഇസ്രായേലേറ്റ്സ് എന്ന് വിളിക്കുന്നതൊക്കെ, അതും ശരി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുലൈമാൻ നബിയുടെ കാലത്ത് അഥവാ ഈ സോളമൻ രാജാവിൻ്റെ കാലത്ത് അദ്ദേഹം അവിടെ ഒരു ടെമ്പിൾ പണിയുന്നുണ്ട്. അത് ഫുള്ള് സ്വർണ്ണം കൊണ്ടൊക്കെ പണിതെന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവത്തിന് പിന്നീട് ബൈസാൻറ്റൈൻ എംപയർ ആയിരുന്ന നെബൂഖദ്നസർ എന്നാണോ അതോ നെബൂഖദ്നസർ, അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിവേ ഈ നെബൂഖദ്നസർ ഈ ടെമ്പിൾ പൊളിക്കുകയും ഈ ഒരു ലാൻഡിനെ പിന്നീട് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാലം പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ സാധനം വരുന്നത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സ്ഥലത്തേക്ക് പിന്നീട് ഈ ബനു ഇസ്രായേലിലേക്ക് പല പ്രവാചകന്മാരും വരുന്നുണ്ട്. അതിൽ പ്രധാനിയായ ഒരാളാണ് ഈ പറയുന്ന മൂസ എന്ന് പറയുന്ന ആള്, അതായത് മോസസ് വരുന്നത് ഈജിപ്തിലേക്കാണ്. ആ സമയം കൊണ്ട് തന്നെ ഈ ആളുകൾ ബാക്കിയുള്ള പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും, അതായത് ലൈക്ക് ഈജിപ്ത് പോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ് ഉണ്ടായത്. അതായത് ഫലസ്തീൻ വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നീട് ഫറോവയുടെ ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട് അവർ അവിടെ നിന്ന് പോകുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. അതിലവർ ചെങ്കടലൊക്കെ മുറിച്ച് കിടക്കുന്ന ഒരു പോർഷനുണ്ട്. അത് ഇന്നത്തെ സിനായ് ഡെസേർട്ടായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അപ്പോഴാണ് ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ അങ്ങോട്ട് വ്യാപിച്ചിട്ടുള്ള ഭാഗങ്ങൾ, അതൊക്കെ ദൈവം ഒരു പ്രോമിസ്ഡ് ലാൻഡായിട്ട്, അതായത് വാഗ്ദത്ത ഭൂമിയായിട്ട് ദൈവം പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനുവേണ്ടി യുദ്ധം ചെയ്ത് ലാൻഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പറഞ്ഞതെങ്കിലും മോസസിനെയും ദൈവത്തെയും ധിക്കരിച്ച ഒരു വിഭാഗക്കാരായിട്ടാണ് നമുക്കിവിടെ ഇവരെ കാണുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ഇവർ യുദ്ധം ചെയ്യാൻ കൂട്ടാക്കാത്തത് കൊണ്ട് ഇവർക്ക് ആ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇവർ അതിന് കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇവർ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, അതിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു സമയത്ത് തന്നെയാണ് ഈ മോസസ് മരണപ്പെടുന്നതൊക്കെ. പിന്നീട് വേറെ ഏതൊക്കെയോ പ്രവാചകന്മാർ വന്ന സമയത്ത് ഇവർ അങ്ങോട്ട് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഈ ഓർത്തഡോക്സ് ജ്യൂസ് വിശ്വസിക്കുന്നത് ഇനി ഒരു മെസ്സിയ വരുന്നത് വരെ അവർക്കൊരു ജൂയിഷ് സ്റ്റേറ്റ്, ഇൻഡിപെൻഡൻ്റ് ആയ ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാവരുത് എന്നാണ് ഈ പറയുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞല്ലോ, പിന്നീട് പല പ്രവാചകന്മാരും വരുന്നതോട് കൂടിയിട്ട് ഇവർ ആ ഒരു സ്ഥലത്തേക്ക് പിന്നീട് ചരിത്രത്തിൽ എവിടെയോ എൻ്റർ ആവുന്നൊക്കെ ഉണ്ട്. എനിവേ ഈ പറഞ്ഞിട്ടുള്ള ജെറുസലേമിലേക്ക് തന്നെയാണ് ജീസസും വരുന്നത്, അഥവാ ഈസാ നബി. ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചിട്ടുള്ള ഈ പറഞ്ഞ ബനു ഇസ്രായേലിന് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ ആവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അബ്രഹാമിക് സന്തതികളിൽ നിന്ന് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത്, പ്രോഫറ്റ്സ് മൊത്തം അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അതിലുപരി അതിൽ നിന്ന് താഴ്ന്നിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഒരു ആട്ടിയടേൻ എന്നുള്ള രീതിയിലുള്ള ആളുകളിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വരുന്നത് ഇവർക്ക് തീരെ അംഗീകരിക്കാനാവുന്നില്ല. അങ്ങനെയാണ് ആക്ച്വലി ഈ ജീസസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം അവർ തള്ളിക്കളയുന്നതും പിന്നീട് ഈ ജീസസിന്റെ കുരിശിൽ കയറ്റുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതൊക്കെ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഇസ്രായേലികളുടെ ഇടയിൽ തന്നെയാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ജൂതർക്കിടയിൽ തന്നെ ക്രിസ്ത്യാനിറ്റി വളരെ ഇങ്ങനെ വളർന്ന് വലുതാവുന്നുണ്ട് ആ സമയത്ത് തന്നെ. പിന്നീട് മുഹമ്മദ് നബി വരുന്നുണ്ട്, അപ്പോഴും കുറെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കാതിരിക്കുന്നുണ്ട്. അതോടുകൂടി ഇസ്ലാമും കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. ഫ്രം ദെയർ മുസ്ലിംസും ക്രിസ്ത്യൻസും ജൂസിനെ പോലെ തന്നെ അവിടെ കോ എക്സിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതിനൊക്കെ ശേഷം പലതരത്തിലുള്ള ഭരണങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഖിലാഫത്ത് നടക്കുന്നുണ്ട്, ഈ ബൈസാൻറ്റൈൻ എംപയർ വരുന്നുണ്ട്, കുറേ തരത്തിലുള്ള മുസ്ലിം ഭരണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് ക്രൂസൈഡേഴ്സ് അത് ഭരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വലിയ കാലത്തേക്ക് ഓട്ടോമൻസ് ആണ് ഈ ഒരു ലാൻഡ് ഫുള്ള് ഭരിച്ചിരുന്നത്. പിന്നീടാണ് വേൾഡ് വാർ 1 ഉണ്ടാവുന്നതും ഇവിടെ ഓട്ടോമൻ എംപയർ അവരുടെ ഭരണം നിർത്തി പോകുന്നതും പിന്നീട് ഈ സ്ഥലങ്ങളെല്ലാം ബ്രിട്ടീഷ് മാൻഡേറ്റിലാവുന്നതും. ഇതിൽ രസകരമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കാലത്ത് ഈ യൂറോപ്പിൽ ഈ ജൂതരെ കൊണ്ട് ഇവർ ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ഇവരെ ഒന്ന് ഒഴിപ്പിച്ച് കിട്ടണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇവരെ എത്തിയിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വെൽത്തും പിന്നെ ഈ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ള ആ ഒരു വിശ്വാസമൊക്കെ കാരണം ഇവർ ആ ഒരു ഇതിലൊരു മേൽക്കോയ്മ കാണിച്ചിരുന്നു ആ ഒരു സമയത്ത് തന്നെ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് പലിശകൾക്ക് കൊടുത്ത ശേഷം ആ പലിശ തിരിച്ചു കിട്ടാതാവുമ്പോൾ ഈ പറഞ്ഞ പലിശ കൊടുത്ത ആളുകളിൽ നിന്ന് അവരുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു വാങ്ങിയ കഥകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്.
എനിവേസ് അങ്ങനെ അവരെ ഒഴിപ്പിക്കാനായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുപിടിച്ച ഒരു വഴിയാണ് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറിയ ഒരു സ്ഥലത്ത് അവർക്കായിട്ടൊരു സ്ഥലം അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ട് പോകുമല്ലോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ തൗറാത്തിൻ്റെ, അതായത് തോറയുടെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ട് ഇവർ സയോണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ബിൽഡ് ചെയ്തു. അപ്പോൾ അവരുടെ ഒരു പ്ലാൻ പ്രകാരം ഈ ജൂതന്മാരെ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ജൂതമുക്തമായിട്ടുള്ള ഒരു യൂറോപ്പ് ഉണ്ടാകും എന്നായിരുന്നു അവരുടെ പ്ലാൻ. അതാ ഞാൻ പറഞ്ഞത്, ഈ അമേരിക്കൻസും ഈ യൂറോപ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ഏറ്റവും വലിയ ആന്റി സമയത്ത്. ഓക്കെ. ഇനി ഒരുപാട് ആൾക്കാർ കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്കത് ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമതായി, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? അതെ, ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ, പിന്നെ കുറച്ച് യൂറോപ്യൻ യൂണിയൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രം ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. ഒരു പലസ്തീനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം വെട്ടിമുറിക്കാനും അവരെ ഡീഹ്യൂമനൈസ് ചെയ്യാനും അവരൊക്കെ മരിക്കേണ്ടവരാണെന്ന് ലോകത്തിന് മുമ്പിൽ പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടർക്കെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ഹമാസ്. കാരണം ലോകം മൊത്തം ഇതിനെതിരെ കണ്ണടയ്ക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അവരാണ് ഹമാസ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇസ്രായേലിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഗവൺമെൻറ് ആയിട്ടുള്ള നെതന്യാഹുവിനെതിരെ ഇസ്രായേലികൾ തന്നെ സംസാരിക്കുന്നതും അവരതിനുവേണ്ടി സമരത്തിന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകത്തെവിടെയെങ്കിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതേസമയം ഈ 30,000 പേര് മരിക്കാൻ കാരണമായ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായത് ഹമാസ് കാരണമെന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു പലസ്തീനിയൻ ഹമാസിനെതിരായിട്ട് അവിടെ ഒരു സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മൾ പറ, ആരാണ് ശരിക്കും ടെററിസ്റ്റ്? പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു കൂട്ടരെ തീവ്രവാദി എന്ന് വിളിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല, അത് പ്രത്യേകിച്ച് ഒരു മുസ്ലിം സംഘടനയാകുമ്പോൾ. കാരണം അങ്ങനെയാണല്ലോ ഇന്നത്തെ സിനിമയും മറ്റും അവരുടെ നെറേറ്റീവിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തീവ്രവാദിയെ ഒന്ന് സങ്കല്പിക്കുക എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഇമേജ് എന്തായിരിക്കും? നല്ല താടിയൊക്കെ നീട്ടി വളർത്തിയ, ഇരുണ്ട നിറമുള്ള, തലപ്പാവൊക്കെ വെച്ച, മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരാളുടെ പേരായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ രൂപമായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. 6 ലക്ഷം പേരെ കൊന്നൊടുക്കിയ ജോർജ് ബുഷിൻ്റെ മുഖമോ, അല്ലെങ്കിൽ 6 മില്യൺ ജൂതരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലറിൻ്റെ മുഖമോ എന്തുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ വരാത്തത്? കാരണം അത്രത്തോളം ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് പതുക്കെയായിട്ട് ഈ കണ്ട സിനിമകളിലൂടെയും പല നരേറ്റീവ്സിലൂടെയും പല ഹിസ്റ്ററികളിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ടോപ്പിക്കും ചെറുതായി ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒക്ടോബർ 7 ഫലസ്തീൻ കയറി ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായേ? പിന്നെ കടന്ന് കരഞ്ഞ് മോങ്ങിയിട്ട് എന്താ കാര്യം?